തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണ ദിവസമായി ഇന്ന് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. അപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ. കാസർഗോഡ് നിന്ന് ഷഫീഖ് നസറുല്ല, ഒപ്പം തന്നെ പാലക്കാട് നിന്ന് സാജിദ് അജ്മൽ, വയനാട് നിന്ന് ഫൈസൽ നെടുമ്പാല എന്നിവർ വിവരങ്ങൾ നൽകാറായി. ആദ്യം എങ്ങോട്ട് പോകാം? ആദ്യം നമുക്ക് സാജിദ് അജ്മലിലേക്ക് പോകാം. അപ്പോൾ സാജിദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മളൊരു തിരക്കിട്ട അല്ലെങ്കിൽ കുറേ അധികം വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം അങ്ങനെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ദിനത്തിലേക്ക് എത്തുമ്പോൾ നിശബ്ദ പ്രചാരണ ദിവസം അടക്കം സ്ഥാനാർത്ഥികൾ അങ്ങനെ നെട്ടോട്ടത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ പാലക്കാട് നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? ഏറ്റവും തലവേദന ഈ വിമത ഭീഷണിയാണല്ലോ, അത് ആർക്കൊക്കെയാണ് ഇപ്പോഴും വലിയ തലവേദനയായി പാലക്കാട് നിലനിൽക്കുന്നത്? എന്തൊക്കെയാണ് പാലക്കാട്ടെ അവസാനവട്ട കാഴ്ചകൾ? ജെൽസി, അമൃത, ഗുഡ് മോർണിംഗ്. എൻ്റെ കരിയറിൽ ഏറ്റവും കുറച്ച് തെരഞ്ഞെടുപ്പ് വാർത്തകൾ ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ആവേശത്തിലേക്കും അതിൻ്റെ വാർത്തകളിലേക്കും ഒന്നും പോകാൻ സമയം കിട്ടാത്ത വിധം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇവിടെ കത്തി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വാർത്തകൾ പൊതുവെ ചെയ്തെങ്കിലും അതിൻ്റെ എണ്ണം കുറവാണ് എന്ന് പറയാം പാലക്കാട് ചെയ്തതിൻ്റെ. എന്തായാലും പാലക്കാട് വീറും വാശിയുമേറിയ പോരാട്ടമാണ് ജില്ലയിൽ ഉടനീളം നടക്കുന്നത്. അതിൽ ഇന്ന് ഏറ്റവും അവസാനം ഈ സ്ലിപ്പെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിരുന്നു. സ്ഥാനാർത്ഥികൾ ഓരോ വോട്ടർമാരെയും കണ്ട് തനിക്ക് തന്നെ വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ വരുന്ന ഏതാനും മണിക്കൂറുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, പാലക്കാട് നഗരസഭയിലാണ് വലിയ വാശിയേറിയ പോരാട്ടം നടക്കുന്നത്. BJP ആണ് 10 വർഷമായി ഭരിക്കുന്നത്. BJP അകത്ത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ, കലഹങ്ങൾ അത് അവസാന നിമിഷം വരെ ഉണ്ട്. അത് മുതലെടുക്കാൻ പരമാവധി UDF ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരികയും അത് BJP പരമാവധി മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ സാധാരണയിൽ കവിഞ്ഞ് LDF ഇത്തവണ പാലക്കാട് നഗരസഭയിൽ വാശിയേറിയ പ്രചരണം നടത്തുകയും പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ളൊരു ശ്രമം അവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. പാലക്കാട് നഗരസഭയിൽ മാത്രമല്ല ശക്തമായ മത്സരം. നമുക്കറിയാം, ഈ മണ്ണാർക്കാട് ഒഴികെ ഉള്ള പാലക്കാടും മണ്ണാർക്കാടും ഒഴികെയുള്ള ബാക്കി നഗരസഭകളെല്ലാം തന്നെ LDFിനൊപ്പമായിരുന്നു. എന്നാൽ ഇത്തവണ ചെറുപ്പളശ്ശേരി, പട്ടാമ്പി, ചിറ്റൂര് തുടങ്ങിയ നഗരസഭകളിലെല്ലാം തന്നെ വാശിയേറിയ പോരാട്ടമാണ്. ചിറ്റൂര് തിരിച്ചു പിടിക്കുമെന്ന് UDF അവകാശപ്പെടുന്നു. V4 പട്ടാമ്പിയുടെ കരുത്തിലായിരുന്നു LDF പട്ടാമ്പി ഭരിച്ചിരുന്നത്. ആ V4 പട്ടാമ്പി പൂർണ്ണമായും UDFിനൊപ്പമായി. അത് UDFിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ചെറുപ്പളശ്ശേരിയിലും ശക്തമായ മത്സരമുണ്ട്. ഒറ്റപ്പാലവും ഷൊർണൂരും ഇടത് കോട്ടകളാണെങ്കിലും അവിടെയും ഒരു ശക്തമായ മത്സരം നടക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ അത് LDFിൻ്റെ ഒരു കുത്തകയാണ്. പക്ഷേ ഇത്തവണ യുവ സ്ഥാനാർത്ഥികളെ ഇറക്കി ചില ഡിവിഷനിലെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. ഈ നേരത്തെ ജിൽസി സൂചിപ്പിച്ച പോലെ വിമത ശല്യം എന്നുള്ളത് UDFിനെ സംബന്ധിച്ച് പല സ്ഥലത്തും ശക്തമായുണ്ട്. BJPക്ക് അവരുടെ അകത്ത് വിമതരില്ലെങ്കിൽ കൂടി ആഭ്യന്തരമായ പല പ്രശ്നങ്ങളുമുണ്ട്. LDFിനെ സംബന്ധിച്ച് സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധമുള്ള വിമത ശല്യമാണ് ഉള്ളത്. കാരണം കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി പഞ്ചായത്തുകളിൽ മുൻ ഏരിയ സെക്രട്ടറിമാരാണ് മത്സരിക്കുന്നത്. അവർക്ക് കീഴിൽ വലിയൊരു CPM മെമ്പർമാരായ ആളുകളുടെ നിരയുണ്ട്. കൊഴിഞ്ഞാമ്പാറയിൽ പഞ്ചായത്ത് പ്രസിഡന്റായ ആൾ ഉൾപ്പെടെ വിമത മുന്നണി ഉണ്ടാക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നു. മണ്ണാർക്കാട്, അലനല്ലൂര്, കോട്ടോപ്പാടം, തെങ്കര തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഈ PK ശശിയുടെ അനുഭാവികളായ ആളുകൾ വലിയ തോതിൽ വിമതരായി മത്സരിക്കുന്നു. ഇങ്ങനെ CPMനകത്തും ഈ വിമത ശല്യം വലിയ തോതിൽ, അത് ഈ ഒറ്റപ്പെട്ട വിമതർ, അത് പാലക്കാട് നഗരസഭയിൽ UDFിനകത്ത്, അത് പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് 3 വാർഡുകളിൽ വിമതരുണ്ട്. പക്ഷേ ഇതങ്ങനെ ഒരു ഏതാനും വിമതരല്ല CPMനെ അലട്ടുന്നത്. അതൊരു ജനാധിപത്യ മതേതര മുന്നണി എന്ന സംവിധാനം ഉണ്ടാക്കുകയും UDFിനോടൊപ്പം ചേർന്ന് വിമതരായി മത്സരിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസിന് വലിയ വെല്ലുവിളി നേരിടുന്നത് പെരിങ്ങോട്ടുകുറിശ്ശിയിലാണ്. പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം കോൺഗ്രസ് മാത്രം ഭരിച്ചിരുന്നതാണ്. ഇത്തവണ AV ഗോപിനാഥ് എന്ന കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റും മുൻ MLAയും UDFിനോടൊപ്പം ചേർന്നുകൊണ്ട് അവിടെ ഒരു മുന്നണി രൂപീകരിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ ചേരുവകൾ
തെരഞ്ഞെടുപ്പുകൾ ചേർന്നതാണ് പാലക്കാട്ടെ രാഷ്ട്രീയം. എന്തായാലും 13-ാം തീയതി ഏറ്റവും വാശിയേറിയ ഒരു റിസൾട്ട് കാത്തിരിക്കുന്ന സ്ഥലം കൂടിയാണ് പാലക്കാട്. എന്തായാലും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇപ്പോഴും ഫീൽഡിൽ ഉണ്ട്. ഇന്ന് അതിരാവിലെ മുതൽ ആളുകളെ കണ്ട് അവസാന നിമിഷത്തിൽ വോട്ടുറപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്.